സൈഡിലും എല്ലാം നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ ഇത് വള്ളി പോലെ അങ്ങ് കിളിക്കൂലേ? കിളിക്കും. ഇതിന്റെ അരി കാറ്റത്ത് പറന്നിട്ട് എല്ലാ പുരയിടങ്ങളിലും ഇതുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചൊന്നക്കര വില്ലേജിൽ താമസിക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ ആട് വളർത്തലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പ്രവാസ ജീവിതമായിരുന്നു, അത് കഴിഞ്ഞിപ്പം ആട് വളർത്തലാണ്. എൻ്റെ പേര് ബിനു എന്നാണ്. അപ്പോൾ പ്രവാസിയായിരുന്നു ദീർഘകാലം അല്ലേ? പ്രവാസിയായിരുന്നു, അത് ഞാൻ ഉപേക്ഷിച്ചപ്പം ആട് വളർത്തലിലേക്ക്. അത് ഈ പ്രവാസി ജീവിതമൊക്കെ വിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ആട് വളർത്തൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? അതിപ്പോൾ ലാഭകരമാണ്. ആട് വളർത്തൽ ലാഭകരമാണ്. ഇപ്പം എത്ര നാളുകൊണ്ട് ഇപ്പോൾ ഈ ആട് വളർത്തുന്നുണ്ട്? ഇപ്പോൾ 5 വർഷമായി തുടർച്ചയായിട്ട്. 5 വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏതൊക്കെ ആടുകളാണ് ഇപ്പം ചേട്ടൻ്റെ? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബീറ്റലുണ്ട്, സോജിത്തുണ്ട്, പിന്നെ മലബാറി ഉണ്ട്. അങ്ങനെ 3 ബ്രീഡുകളുണ്ട്. നേരത്തെ 2 ബ്രീഡ് വേറെ ഉണ്ടായിരുന്നു, അത് കൊടുത്തതാ. അപ്പോൾ അങ്ങനെ ആട് വളർത്തി സന്തോഷമായിട്ട് മുമ്പോട്ട് പോകും അല്ലേ? കുഴപ്പമില്ല, പോകുന്നു. എനിക്കൊന്ന് ഇവിടെ അഴിച്ചുവിട്ട് വളർത്താനുള്ള സാഹചര്യം ഉണ്ട്. അഴിച്ചുവിട്ട് വളർത്താം. രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ അഴിച്ചുവിടും. ഓക്കെ. ഒന്നിനും കെട്ടിയിടാറില്ല? ഒന്നിനും. കുട്ടികളൊക്കെ കുറെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുട്ടികളായിട്ടുണ്ട്. പിന്നെ ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ ആട് വളർത്ത രീതി എങ്ങനെയൊക്കെയാണ് ലാഭകരമാക്കി മാറ്റുന്നത്? എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് അഴിച്ചു വിടും, 9 മണി വരെ അഴിച്ചു വിട്ടേച്ച് ഒരു പുല്ല് മേഞ്ഞ് നടക്കുന്ന പറഞ്ഞാൽ അവർക്ക് ഒരു എക്സസൈസ് കിട്ടും. അതിനോടുകൂടി അവർ പുല്ലും തിന്നും. പിന്നെ പ്ലാവിൻ്റെ തൂപ്പുണ്ടെങ്കിൽ അതും കുറേ കഴിക്കും. കഴിച്ചു വെച്ച് വെള്ളവും കൊടുത്ത് കയറ്റി കെട്ടും. 1 മണിക്കൂറേ ഇവിടെ തോന്നും. അത് കഴിഞ്ഞേച്ച് പിന്നെ അവർക്ക് റെസ്റ്റാണ്. പിന്നെ വൈകിട്ട് നമ്മൾ 4-നോ 4:30-ക്കോ അഴിച്ചു വിടും, 5:30 വരെ ഇതുപോലെ എക്സസൈസ്. പിന്നെ ബാക്കി പ്ലാൻ തൂപ്പ് ഉണ്ടെങ്കിൽ അത് കഴിക്കും. അത് കഴിച്ചു വെച്ച് കാടിയും കൊടുത്ത് കയറ്റി കെട്ടും. അതാണ് ഒരു ദിവസത്തെ പരിപാലനം. അല്ലാതെ എപ്പോഴും ഇതിന്റെ പുറകിൽ നമ്മൾ പോകുന്നില്ല. എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ മെനക്കെട്ടാൽ മതി. അല്ല, അതിന്റെ ഇടയ്ക്ക് നമ്മൾ നോക്കത്തേ ഇല്ല. പ്രധാന വരുമാനം എന്തൊക്കെ? അതിന്റെ കുട്ടികളാണ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ 2 കുട്ടികളുള്ളതുകൊണ്ട് 3 കുട്ടികളുള്ളതുകൊണ്ട് ആ ചെറിയ ആടിന് 3 കുട്ടിയാണ്. പിന്നെ കുട്ടികൾ അതിന്റെ വരുമാനം. കുട്ടികൾ ഇപ്പം തന്നെ 10 എണ്ണം ഉണ്ട്, എല്ലാം കൂടെ കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഈ ഒരു 2 മാസത്തിനുള്ളിലുള്ള കുട്ടികളാണ് ഏറെ വരുമാനം. കുട്ടികൾ. എന്നാൽ 3 മാസം ആകുമ്പോൾ കുട്ടികളെ കൊടുത്തു തുടങ്ങും അല്ലേ? 3 മാസം ആകുമ്പോൾ കൊടുക്കും. ഇപ്പൊ 3 മാസമായത് കൊടുക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. കുട്ടികളുണ്ട്. പെൺകുട്ടികളല്ലേ? 2 പെൺകുട്ടികളുണ്ട്. അതിനകത്ത് ഡബ്ബാ ബീറ്റലിന്റെ മെയിലൊക്കെ ഉണ്ടോ? ഉണ്ട്, മെയിലുണ്ട്. സോജത്ത് ചനയായിട്ട് നിൽക്കുക. ചനയായിട്ട് നിൽക്കുക. അപ്പൊ കുട്ടികളാണ് ഏറ്റവും വരുമാനം. കുട്ടികളാണ്. നമ്മളത് ഇപ്പൊ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കുട്ടികളാണ് ഏറ്റവും വരുമാനം. ഒരു ദിവസം 2 മണിക്കൂർ മെനക്കെട്ടാൽ നമുക്ക് വീട്ടിൽ ഒരു അധിക വരുമാനം അല്ലേ? അധിക വരുമാനം. നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പോകാം, എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ ഇത് നമ്മൾ പറയില്ലേ, ഇട സമയത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും അതിന്റെ പുറകിന് പോകണ്ട. രാവിലെയും വൈകിട്ടും നല്ലപോലെ തീറ്റി കാടിയും കൊടുത്ത് കയറ്റി കെട്ടുക. അത്രേ. വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റും. വീട്ടമ്മമാർക്കും ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നുമില്ല, ഇത് ഓരോ മണിക്കൂർ മെനക്കെട്ടാൽ മതി. പിന്നെ ഇവർക്ക് ഇങ്ങനെ അഴിച്ചുവിട്ട് വളർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അസുഖങ്ങൾ കുറവാന്ന് തോന്നുന്നു. തീരെ കുറവാണ്. വളരെ തീരെ കുറവാണ്. എന്നാൽ ഇവര് മഴ നനയും ഒക്കെ ചെയ്യും. മഴക്കോടും അഴിച്ചു വിടും. ഈ അഴിച്ചു വിടുന്നോണ്ട് അവരെ അങ്ങനെ ശീലിച്ചതാ. മഴക്കാലത്ത് ഈ വർഷത്തെ മഴയല്ല അവർ നനഞ്ഞിട്ടുണ്ട്. ശരി. ഒരു പനിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പ്രകൃതിയായിട്ട് ഇണങ്ങി തന്നെ ജീവിക്കും. അങ്ങനെ തന്നെ. മഴയാണെങ്കിലും അങ്ങ് അഴിച്ചു വിടും. അങ്ങനെ ദൂരെ എങ്ങും പോകത്തില്ല. എങ്ങും പോകത്തില്ല. ഇവിടെ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും, എങ്ങും പോകത്തില്ല. ഇതിനകത്ത് മെയിൻ ആളുണ്ട്, ഒരാള്. അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്തൊരു ഒരാടുണ്ട്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. അത് ദൂരെ പോകാൻ അത് പോയി ഇവിടെ കിടന്ന് ബഹളമുണ്ട്. അങ്ങനെ അവരുടെ ചിട്ടകള് കൺട്രോളിംഗ് ഉണ്ട്. എല്ലാത്തിനും നിയന്ത്രണം ഉണ്ട്. കുറച്ച് നല്ല പച്ചപ്പുള്ള സ്ഥലമായതുകൊണ്ട് അവർക്ക് കഴിക്കാനുള്ള വകകൾ അതിനകത്തുണ്ട്. അവർ കഴിക്കും. 1 മണിക്കൂർ നമ്മൾ മെനക്കെടണമെന്നാണ്. ഇതാ ബീറ്റലാടുകൾ. ഇവര് ബീറ്റൽ ആടുകള്. ഇവര് ആദ്യത്തെ പ്രസവമാണ്. ആദ്യത്തെ പ്രസവത്തിന് 2 കുട്ടികളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ചെവി നീട്ടമൊക്കെ നല്ല ചെവിയിറക്കം. ബീറ്റലിന്റെ 2 എണ്ണം ഉണ്ട്. 2 ഫീമെയിൽ ഉണ്ട്. 2 കടിഞ്ഞൂൽ പ്രസവം വീതം. 2 കടിഞ്ഞൂൽ കഴിഞ്ഞ് ഡബ്ബാ ബീറ്റൽ. ഇത് സോജിത്ത് ഇനത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ആടാണ്. ഇപ്പൊ ഇത് 3ാമത്തെ ചനയാണ്. ഓരോ പ്രസവത്തിലും ഈ 2 കുട്ടികളുണ്ട്. ഇപ്പൊ 3ാമത് ചനയായിട്ട് നിൽക്കുക. അങ്ങനെ 4 ബ്രീഡ് ഉണ്ടല്ലോ. നേരത്തെ
ക്രോസ് ബ്രീഡ്. ബീറ്റിൽ തന്നെ മറ്റേ ഷാരാ ബീറ്റിൽ ഉണ്ടായിരുന്നു, കൊടുത്തായിരുന്നു. ഷേറ ബീറ്റിലല്ലേ? ഇത് ക്രോസ് ബ്രീഡ് അല്ലേ? മലബാറി. അത് ക്രോസ്, അത് മലബാറിയാ. അപ്പോൾ ഇത് പാലൊക്കെ കിട്ടുന്നുണ്ടല്ലോ? പാല് കിട്ടും, പാല് നല്ലപോലെ ഉള്ള ആടാ. കൊമ്പില്ലാത്ത ആട് അല്ലേ? മോഴ. മോഴയാ. നല്ല ഇണക്കമാണ്. പിന്നെ ഈ ഇതുണ്ടല്ലോ, ആടയൊക്കെ ഉണ്ട്. നല്ല ഇണക്കമാണ്. നല്ല ഇണക്കമാണ്. നമ്മുടെ കൂടെ ചേർന്ന് നിന്നോളൂ. ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തോ കൊടുക്കാനും മുട്ടയൊക്കെ കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ട ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. എല്ലാ ആടിനും മുട്ട കൊടുക്കും? ഇവക്ക് മാത്രം. ഇവക്ക് മാത്രം കൊടുക്കും. അത് ചനയായിരിക്കുമ്പോൾ കൊടുക്കുന്നത്? അല്ല, നേരത്തെ കൊടുക്കാറ് ഇവള് കുടിച്ചോളൂ. ഇവക്ക് ശീലമുണ്ട്. ശീലമുണ്ട്. ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി, കടിച്ചു പറിച്ച് തിന്നോ. ഇവിടെ ഒരു പ്രത്യേകത നല്ല ഇണക്കമാണ്, ഭയങ്കര ഇണക്കമാണ്. എന്തോ വേണേലും. മലബാറിയാടാ ഇല്ലേ? ഇത് പഴയ മലബാറിയാടാ, പഴയ നാടൻ ടൈപ്പ്. നാടൻ ടൈപ്പാ. നല്ല രോഗപ്രതിരോധ ശേഷി ഇവർക്ക്. ഒരു പ്രശ്നം. ഇവർക്ക് ഒരു പ്രസവത്തിൽ എന്തോ കുട്ടികളെ കിട്ടും? 3 കുട്ടി വെച്ചുണ്ട്. ആദ്യത്തെ പ്രസവത്തിൽ 1 ഉള്ളായിരുന്നു, പിന്നെ വന്ന ഇപ്പൊ 5ാമത്തെ പ്രസവമാണ്. 5, ഇത് ഇപ്പോഴും 3 ഉണ്ട്. 5 പ്രസവിച്ചോളൂ. 5 പ്രസവിച്ചിട്ടുണ്ട്. 5 പ്രസവിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പോഴും 3. പിന്നെ പാലും നല്ലപോലെ ഉണ്ട്. പാലും ഉള്ളതാണ്. നാടൻ മലബാറിയുടെ ഒരു പ്രത്യേകതയാണ്. മഴ നനഞ്ഞാലോ വെയിൽ കൊണ്ടാലോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതില് വേലിയാട് ടൈപ്പ് ഒരാടാ. പഴയ നാടനാണ്. അതേ കൊടുക്കാതെ വെച്ചേക്കോ. ഇതൊന്നും കിട്ടാനില്ല ഇപ്പൊ. പ്രതിരോധ ശേഷിയാണ് ഏറ്റവും കൂടുതൽ. ഇതുവരെ നമ്മളൊരു വിരക്കല്ലാതെ വേറെ ഒന്നിനും മരുന്ന് കൊടുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ ആടുകളെ വിൽക്കുന്ന രീതിയൊക്കെ എങ്ങനെയൊക്കെയാണ്? വിൽക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം എണ്ണം കൂടുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് നിർത്താൻ അത്ര വലിയ ഷെഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ 3 മാസം ആകുമ്പോൾ ഒന്നീ കുട്ടികളെ കൊടുക്കും. അതല്ലേ തള്ളയും കുട്ടിയും കൂടെ ചേർത്ത് അങ്ങ് കൊടുക്കും. അങ്ങനെ ഇവിടുത്തെ രീതി. അപ്പൊ ആവശ്യപ്പെട്ട ബീറ്റൽ ഇപ്പൊ 2-3 ബീറ്റൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ബീറ്റലിന് 2 കുട്ടിയെ കൂടി ഇപ്പൊ കൊടുത്തേ. 2 ഫീമെയിൽ കുട്ടികളാ? 2 ഫീമെയിലാ. അതിപ്പോ 3 മാസവും ഇന്ന് 4 ദിവസവും ആയതേ ഉള്ളൂ പ്രസവിച്ചിട്ട്. ആവശ്യക്കാർക്ക് കൊടുക്കും. കുട്ടികൾ വേറെ നാടൻ്റെ നിപ്പുണ്ട്, കുട്ടികൾ കൊടുക്കാൻ. ചേട്ടാ, ഈ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും? അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ചനയായിരിക്കുമ്പോഴേ 4 മാസത്തിലോ 3.5 മാസത്തിലോ അവർക്ക് പിന്നെ TT ഇഞ്ചക്ഷൻ കൊടുക്കണം ചനയായിരിക്കുന്ന സമയത്ത്. പിന്നെ കറക്റ്റ് സമയങ്ങളിൽ വിരഗുളിക, ചനയല്ലാത്തതിനെല്ലാം വിരഗുളിക നമ്മൾ സമയം കൊടുക്കണം. പിന്നെ കാടി മാറ്റി പഴയ ഭക്ഷണങ്ങളോ പഴയ കാടികളോ ഒന്നും കൊടുക്കാൻ പാടില്ല. എല്ലാം അന്നന്ന് റെഡിയാക്കുന്ന കാടികളാണ് കൊടുക്കുന്നത്. ചെറിയ ഭക്ഷണം, നമ്മൾ ഈ പഴയ ഭക്ഷണങ്ങൾ ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആടിന് പ്രശ്നങ്ങളുണ്ട്. ലൂസ് മോഷനും വയറുകമ്പനും വയറിളക്കം എല്ലാം വരും. അതുപോലെ നമ്മൾ മേയാൻ അഴിച്ചു വിടുമ്പോൾ ഈ വിഷപ്പുല്ലെന്നും പറഞ്ഞൊരു തൊട്ടാവാടി പോലെ ഒരു പുല്ലുണ്ട്. തൊട്ടാവാടി പോലെ ഇരിക്കും, പച്ച കളറാണ്. അത് തിന്നാൽ ആട് പിന്നെ വയ്യാതാവും. പിന്നെ ആട് തിരിച്ചു വരാൻ വലിയ പാടാ. ആ പുല്ല് വീണ്ടും വയ്ക്കാൻ ഒക്കത്തില്ല. വയറ്റിളക്കം അതൊക്കെ അതിൻ്റെ കൂടെ വരും. അതിനോടുകൂടി ആടിന്റെ കച്ചവടവും കഴിയും. ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. അഴിച്ചു വിടുമ്പോൾ ഈ വിഷപ്പുല്ല് ഇപ്പൊ എല്ലായിടും ഉണ്ട്. ഇല്ല, റോഡ് സൈഡിലും പുരയിടങ്ങളിലെല്ലാം ഉണ്ട്. അപ്പൊ അത് പോയി തിന്നാതെ വളരെ സൂക്ഷിക്കണം. പിന്നെ കാടിയുടെ കാര്യം, കാടി ക്രമമായിട്ട് കൊടുക്കണം, പഴയത് കൊടുക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സന്തോഷകരമായിട്ട് ലാഭകരം. ആട് മോശമൊന്നും അല്ല, ആട് നല്ലത് തന്നെയാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ വിഷപ്പുല്ല്, ആനത്തൊട്ടാവാടി. തൊട്ടാവാടി പോലെ ഇരിക്കും, പച്ച കളറാണ്. ഈ ആനത്തൊട്ടാവാടി എന്ന് വിളിക്കുന്നത് ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ്. നോക്കിക്കോണേ, ഇത് മുഴുവൻ മുള്ളുണ്ട് കേട്ടോ, ചെറിയ കാണാൻ നല്ല മുള്ളാണ്. നോക്കിക്കോണേ, എടുത്ത് നോക്കിക്കോണേ, ഇതിന്റെ തണ്ടേ നിറച്ചു മുള്ളുകളാണ്, ചെറിയ മുള്ളുകളാണ്. തൊട്ടാവാടി പോലെ ഇരിക്കും, പക്ഷെ ആട് നല്ല രുചിയോട് തിന്നും. ഈ തൊട്ടാവാടി വാടുന്ന പോലെ ചെറുതായിട്ട് വാടുന്നുണ്ട് ഇത് തൊടുമ്പോ ഇല്ലേ? തൊടുമ്പോ വാടും. നിറച്ചു മുള്ളാണ് ഇത് കേട്ടോ, നിറച്ചു മുള്ള. ഇതിന്റെ വേര് ഉൾപ്പെടെ വലിച്ചു പറിച്ച് തിന്നും ആട്. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടുത്തെ ചേട്ടൻ അനുഭവം വന്നിട്ടുണ്ടല്ലേ? ഇത് എന്റെ നേരത്തെ ഒരു ആട്, ചനയാട് പോയത് തിന്നിട്ട് വലിയ പ്രശ്നമായി. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് 3-4 ഇല തിന്നതേ വീണ്ടും ചവയ്ക്കാൻ പറ്റത്തില്ല. ഇതേ മുഴുവൻ മുള്ളാതെ നമ്മുടെ കൈ കൊണ്ട് വെച്ച് നമ്മുടെ കയ്യെ കയറും. അപ്പൊ അതിന്റെ ഈ കൊക്കിലും ഇല്ലേ, കൊക്കിലും എല്ലാം ഇത് കയറി ഉടക്കും.
ഈ ഇല കാണിക്കുന്ന നമ്മൾ അതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ആട് കർഷകർക്കെല്ലാം ഇത് പരമാവധി ഷെയർ ചെയ്ത് വിഷപ്പുല്ലാണ്. ഇതിന് ആനത്തൊട്ടാവാടി എന്നും പറയും ഇല്ലേ? ഇതൊരു കർഷകന്റെ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ ആടിന് സംഭവിച്ചാണ് ഇത് കൊടുത്തിട്ട്. അതുകൊണ്ട് നമ്മളിത് പ്രത്യേകം ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. ഇപ്പൊ ഇത് എല്ലായിടും ഉണ്ട്, റോഡ് സൈഡിലും എല്ലാം ഇഷ്ടംപോലെ. ഇത് വള്ളി പോലെ അങ്ങ് കിളിക്കൂലേ? ഇതിന്റെ അരി കാറ്റത്ത് പറന്നിട്ട് എല്ലാ പുരയിടങ്ങളിലും ഇതുണ്ട്. ഇഷ്ടംപോലെ വള്ളി പോലെ. ഇത് പശുവിനും പ്രശ്നമാണ് അല്ലേ? ആടിന് മാത്രമല്ല, പശുവിന് എല്ലാത്തിനും പ്രശ്നമാണ്. പശുവിന് അത്ര പെട്ടെന്ന് എഫക്റ്റ് ആകത്തില്ല. പശുവിന് എന്നാ കുറെ തിന്നാ എഫക്റ്റ് ആവും. ആടിന് പെട്ടെന്ന് ആവും.